ഗൈസ്, ഇന്ന് ഞാൻ പട്ടാളം ചുരുവീര കല്യാണത്തിന് പോവുകയാണ്. സോ എൻ്റെ ഫ്രണ്ടാണ്, അവളുടെ കല്യാണത്തിന് ഗെറ്റ് റെഡി വിത്ത് മീ. സോ ആദ്യം നമുക്ക് എൻ്റെ ഫേസിലുള്ള ഫേഷ്യൽ ലെയേഴ്സ് എടുത്തു കൊടുക്കാം, കാരണം മേക്കപ്പ് ചെയ്യാണ്. സോ അതുകൊണ്ട് ഫേഷ്യൽ ലെയേഴ്സ് എടുത്തു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മീശ, താടി, കൃതാവ് എല്ലാം വളർന്നിട്ടുണ്ട്. കുറച്ച് നാളായി ഞാൻ എടുത്തിട്ട്, പുറത്തുനിന്ന് ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നാളായി എടുത്തിട്ട്, അപ്പം ഞാൻ വളർത്തി വെച്ചിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച്. സോ അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ എടുക്കും. പിന്നെ എനിക്ക് കുറച്ച് തിക്കായിട്ട് വളരണുണ്ട്, മേ ബി PCOS ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ മീശയും താടിയൊക്കെ എടുത്തതിന് ശേഷം നേരെ സ്കിൻ കെയറിലോട്ട് പോകാം. ചൂട് ക്ലൈമറ്റിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം വേണം. എന്തോ നിങ്ങൾക്ക് ഇതാ ഈ ഒരു കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ ആണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ഫോമിലാണ്, പിഗ്മെൻറ്റേഷൻ മാറ്റും, ആൻഡ് ഓൾസോ നറിഷ് ചെയ്യും, ഹൈഡ്രേറ്റ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സീരിയസ്ലി നിങ്ങൾ ഈ ഒരു ക്ലൈമറ്റ് ആയാലും ഏതൊരു ക്ലൈമറ്റ് സജസ്റ്റ്, എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര ഓയിലി എന്നാണ് ഫേസ് എപ്പോഴും നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് ഒരു തവണ, ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണം, ഒരു തവണ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സാധനമാണ്, സൂപ്പറായിട്ടുള്ള സാധനമാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആവാണെന്ന് ഞാൻ എപ്പോഴും ഘോരം പ്രസംഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ഉള്ള കാര്യമാണ് സൺസ്ക്രീൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീനാണ്, ഡോക്ടർ ഷെത്തിൻ്റെ. ആൻഡ് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ അടിപൊളിയാണ്, ബിക്കോസ് ഇതിനകത്ത് പൊട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കോജിക് ആസിഡ് നയാസിനമൈഡ് ഉണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, എന്താ പറയുക, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ഡൂയി ഫിനിഷാണ്. പിന്നെ കോജിക് ആസിഡ് വരുമ്പോൾ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UV ആൻഡ് UV ലൈറ്റ് എന്നുള്ള പ്രൊട്ടക്ഷൻ, SPF 50 PA+++ ഉള്ള സൺസ്ക്രീനാണ്. ഹൈഡ്രേറ്റ് ചെയ്യും, ആൻഡ് ഓൾസോ സൺ ഡാമേജ് നിന്നൊക്കെ, സൺ റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും, സ്കിന്നിനെ ഡാമേജ് ആക്കാതിരിക്കും. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു അടിപൊളി സൺസ്ക്രീനാണ്. പിന്നെ നിങ്ങൾ ഗ്ലാമി 20 എന്നുള്ള കോഡ് ടൈപ്പ് എടുത്താൽ ഡോക്ടർ ഷെത്തിൽ 20% ഓഫ് അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്. 2 പ്രോഡക്റ്റിന് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഡൂപ്പർ ഈ ഒരു യമകണ്ഠൻ പ്രോഡക്റ്റാണ് ഗൈസ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അതായിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് നോക്കാം. ഞാനൊരു കുർത്തി ഉണ്ടായിരുന്നു, ഈ ഒരു റെഡ് കുർത്തി. ആൻഡ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ അഫ്ജ ഡിസൈൻസ് എന്നുള്ളൊരു പേജ് ഉണ്ട്. ആൻഡ് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഫോമൽസ്, കാഷ്വൽസ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലും, നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ആൻഡ് കൈയുടെ അവിടെയും വന്നിട്ട് നല്ല എന്താ പറയുക, ഒരു ആൻറ്റി കളറിലുള്ള കുറച്ച് ഡിസൈൻസൊക്കെ, എന്താ പറയുക, ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളിയാണ്. ആൻഡ് ബാക്കിൽ ലൈക്ക് നോർമലായിട്ടുള്ള ഇതാണ് പറഞ്ഞത്. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് പക്ഷേ കാണാൻ സൂപ്പറായിരിക്കും എന്നുണ്ട്. അപ്പം ഭയങ്കര മിനിമലായിട്ട് സൂപ്പറായിട്ട് ചെയ്തു. ആൻഡ് പാൻസ് വരുന്നുണ്ട്, ബേക്ക് വന്നിട്ട് ലൈക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത്, വേസ്റ്റ് ഇലാസ്റ്റിക്കാണ് വരുന്നത്. ആൻഡ് നമ്മുടെ പാൻറ്റിൻ്റെ ബോട്ടത്തിലായിട്ട് ഇതേപോലെ ഒരു വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഷോൾ ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ദുപ്പട്ടയാണ്, അതിൽ സൈഡിൽ മാത്രം കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തോ അയവെട്ടിക്കൊണ്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ കളർ കറക്റ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, പീച്ച് കളർ കറക്റ്റർ. അതാകുമ്പോൾ മേക്കപ്പ് കറക്റ്റായിട്ട്, എന്താ പറയുക, ലൈക്ക് നമ്മുടെ ആ ഒരു കൺസീൽ ചെയ്യാനൊക്കെ വേണ്ടി, വേറെ ഒന്നുമില്ല, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ അടിപൊളിയാണ്. സോ അത് വേണ്ടിയിട്ട് നന്നായിട്ട് കളർ കറക്റ്റർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ തന്നെ സെറ്റായിട്ട് മാറും. സോ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. പാക്കിൻ്റെ ബ്രഷാണ്. പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു ബൊട്ടീക്കിൻ്റെ പേജും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നന്നായിട്ട് അടിപൊളി ബ്ലിസ്ക്കായിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡിങ്ങിൽ ഒരു വലിയ പരിപാടി ഉണ്ടായി. ബ്ലെൻഡിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് വാതാവും. സോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോരോ കൺസീലറൊക്കെ ആയിട്ട് ഭയങ്കര മിനിമലായിട്ട് വന്നാൽ ഭയങ്കര ചൂടാണ്. ഞാൻ ബസ്സിലാണ് പോകണം, അപ്പം പിന്നെ വളരെ മിനിമലായിട്ട് എന്നാൽ സൂപ്പറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കൺസീലറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കൺസീലർ നമ്മളെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് മാത്രം കൺസീലർ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കളർ കറക്റ്റ് ചെയ്ത ഭാഗത്ത് മാത്രം കൺസീലർ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എഗെയിൻ നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. ഇന്ന് നമ്മൾ പട്ടാളം ചുരുവീര കല്യാണത്തിന് ഓൾറെഡി പറഞ്ഞല്ലോ, അവളെ എൻഗേജ്മെൻറ്റിന് പോയ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പട്ടാളം ചുരുവീര കല്യാണമായി 1 വർഷത്തിന് ശേഷം. അങ്ങനെ നമ്മൾ കല്യാണത്തിന് ഞാനും ഗോപി നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരെയും കാണും. നമുക്ക് അവരെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. പട്ടാളം ചുരുവിയെ കുറിച്ച് പറഞ്ഞാൽ വാ തുറന്ന മണ്ടത്തോണെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു കുട്ടിയാണ്, നല്ലതാണ് കേട്ടോ. അയ്യോ, ടിക്ടോക്കിലൊക്കെ മെയിൻ ആയിരുന്നു ആൾ. ഇപ്പം എന്തോ ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൾ പിന്നെ ഒതുങ്ങി, ടിക്ടോക്ക് ഒതുക്കി. ഇനിയിപ്പോൾ ടിക്ടോക്ക് കണക്കത്ത് എന്തെങ്കിലും വരട്ടെ, അവളെ ഉടനെ വരും. അതിനുശേഷം ഞാൻ കിനോവ
കിനോവ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അതും കുറച്ച് സാലഡും നമ്മുടെ വെജീസും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. എന്തുകൊണ്ടത് കഴിക്കുമെന്ന് വെച്ചാൽ ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന ഡയറ്റാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുമ്പോഴത്തേക്ക് എല്ലാം ബോഡിക്ക് കൊടുക്കണം. ഫാറ്റ് കൊടുക്കണം, കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇനി അത് കൊടുക്കാൻ ഞാൻ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് കെ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്ത് ജസ്റ്റ് ബ്രൗൺ കളർ വെച്ചിട്ടൊന്ന് ടിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ക്രീമി ബ്ലഷൊക്കെ യൂസ് ചെയ്യും, പക്ഷേ ഒടുക്കത്തെ ചൂട് കാരണം ക്രീമി ബ്ലഷ് പോയിട്ട് ഒരു തേങ്ങ യൂസ് ചെയ്യാൻ നിവർത്തിയില്ല ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, എന്തൊരു ചൂട്! ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ പൊന്നു ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞും പറക്കിയൊക്കെ ഇരിക്കണം, അത്രയ്ക്ക് ചൂട്. ഇപ്പം ഞാൻ ദിവസവും തല കുളിക്കുന്നുണ്ട് ഇത് കാരണം. അമ്മച്ചി എൻ്റെ തലയിരുന്ന് പുഴുക്കണം, അത്രയ്ക്ക് ചൂട്. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഒരു നമ്മുടെ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ കുറച്ച് കരി എടുത്തിട്ട് കണ്ണിൽ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിന് താഴെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ ഉറക്കം ശരി, അതെന്തൊക്കെ മൊണോൾട്ടുകൾ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മെഗളിൽ ഒരു നമ്മുടെ എന്താ പറയുക ഇയർബഡ്സ് വെച്ചിട്ട്. അതിനുശേഷം ജസ്റ്റ് അതിൻ്റെ വണ്ടിയെ കൂടെ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഐ മേക്കപ്പ് നിങ്ങൾ കണ്ടു കാണാൻ വഴിയില്ല, കാരണം ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട്. അതിന് ശേഷം നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഞാൻ ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കുടിക്കുന്ന വാട്ടർമെലൺ നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസാണ്. തണ്ണിമത്തനാകുമ്പോൾ ഇപ്പം നമുക്ക് അഫോർഡബിളാണ്, ഭയങ്കര അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അത് കുടിച്ചു കഴിച്ച് അത് കുടിച്ചാൽ തന്നെ വയറ്റിനൊരു ആശ്വാസമാണ്. മസ്കാര ഇട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടൻ്റെ പണി സാധനങ്ങളൊക്കെ ചെവിയിൽ കൊരുത്ത് വെച്ചേക്കണം. നമുക്ക് ഇതിനകത്ത് ഒരു ഐബ്രോ ബ്രഷും വേണം, ആൻഡ് ഓൾസോ ഇതിനകത്ത് ഒരു സ്പൂളി വേണം. രണ്ടും ഒന്നിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ബ്രഷുകൾ ഇതിനൊക്കെ അവിടെ എവിടെയും കൊരുത്തന്ന് വയ്ക്കേണ്ടി വരില്ല. സോ അതിന് ശേഷം ഞാൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് നനച്ചിട്ട് എഗെയിൻ ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ബ്രഷിൻ്റെയൊക്കെ ലൈൻ ചിലപ്പം വീഴും. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈക്ക് ഒരു ഈവൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ പുരുക്കത്തിലെന്തോ മണാട്ട് വന്ന് അത് ചെയ്ത് കറക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓവർ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. മൂക്കിൻ്റെ അവിടെ, താടിയുടെ അവിടെ, കവിളിൽ വളരെ ലൈറ്റായിട്ട്, സൈഡിൽ കൂടെ ആരോ പോയണക്ക് വളരെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് എനിക്ക് വേണ്ട, അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് കവിളിൽ നല്ലുള്ള ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അനസ്തേഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതാണ് ലിപ് ലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതൊരു അടിപൊളി ലിപ് ലൈനറാണ്. സീരിയസ്ലി മസ്റ്റ് ഗൈസ്, നിങ്ങൾക്ക് ആ ഒരൊറ്റ ബ്രൗൺ ഷെയ്ഡ് മതി ഏതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കിനെ സെറ്റാക്കാം. പിന്നെ ഞാൻ ഷാർലറ്റ് ലിബറിയുടെ നമ്മുടെ പില്ലോ ടോക്ക് മീഡിയം ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ പോകുന്നിട്ട് ലിപ്സ്റ്റിക്ക് മാറ്റി, എനിക്ക് എന്തോ കംഫർട്ടബിൾ ആയില്ല, അതിന് മാച്ചിങ്ങില്ല. പിന്നെ നമ്മളെ വിഗ് ഞാൻ എടുത്തു. അപ്പോൾ വിഗ് ഞാൻ ഓൾറെഡി റോഷനി ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയിട്ട് ഞാൻ വിഗ് ട്രീറ്റഡ് ഹെയർ പോലെ ഇട്ടാണ്, എൻ്റെ ഹെയർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്, ട്രീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ഞാൻ. അവിടെ എവിടെയൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു ചുളിവുണ്ട്. അങ്ങനെ എൻ്റെ സഹോദരിയും ആയ ഗൗരി MS ആണ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇച്ചിരി മൊണാൾട്ടാണ്, രാവിലെ കാലൊക്കെ പിടിച്ച് കെഞ്ചിയിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അവൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ. അല്ല, അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശല്യത്തിന് ഞാൻ വിളിച്ചത്. സോ അങ്ങനെ ഞാൻ നല്ല പോലെ ഞാൻ ഇങ്ങനെ തേച്ച് അങ്ങോട്ട് വിട്ടു കൊടുക്കുകയാണ്. ആൻഡ് ഐക്കോണിക്കിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ് എൻ്റെ ഇരിക്കുന്നത്. ആൻഡ് ഇത് വയ്ക്കുമ്പം തന്നെ എന്താണെന്നറിയും, നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടും ഹെയറിന്. എനിക്ക് തോന്നുന്നു 1 ഇയർ ആക്കുമ്പോൾ എനിക്ക് ഇതേ കണക്ക് ഹെയർ വരും. ഇനി ഒരു 1 ഇയർ ആകുമ്പോൾ ഇതേപോലെ വളരുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം മുടി കൊഴിച്ചിലും തുടങ്ങി ഗൈസ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഡോക്ടറിനെ കാണാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ചുരുണ്ട ഭാഗത്ത്, എനിക്ക് വളർന്ന ഭാഗത്തെ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് വളരെ പ്രോപ്പറായിട്ടൊന്നുമില്ല, എങ്കോണേ 14 എന്ന് പറഞ്ഞാണ് ഞാൻ ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു കാണിച്ച് വയ്ക്കണമെന്ന് തോന്നും. അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. കാരണം നമുക്കിപ്പം ഭയങ്കര പ്രോപ്പറായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഭയങ്കര പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ആവശ്യത്തിന് വളരെ രീതിക്ക് വളരെ മിനിമലായിട്ട് അങ്ങോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ. സോ അതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ വിഗ് നമ്മളെങ്ങനെ ചൂടിക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഒരു മുടിയൊക്കെ നരച്ചിരിക്കുന്നുണ്ടൊക്കെ അവിടെ എവിടെയൊക്കെ ചുരുങ്ങി കിടപ്പുണ്ട്. അപ്പം മുടി എടുത്തിട്ട് ഇയറിൻ്റെ അവിടെ നിന്ന് കുറച്ച് സെക്ഷൻ മുകളിലോട്ട് എടുത്തിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കുക. ഇപ്പം ഞാൻ ക്ലിപ്പ് എടുക്കാൻ പോകും, അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല, അതാണ് ട്വിസ്റ്റ്.
സോ ഈ പെണ്ണുമ്പിള്ള പോകണില്ലേ ക്ലിപ്പ് എടുക്കാൻ, എന്തോ അവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിയാണ്, എന്തൊരു ക്രാക്ക് കുടിച്ചാണ്. സുരഭിക്കാരനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മണാൾട്ടല്ല എന്തൊരു പറയും. ഇങ്ങനെ ദാ മടക്കി വെച്ച് എന്നിട്ട് ഇനി ദാ അവിടെ എൻ്റെ ബാക്കി ഹെയറിൻ്റെ അവിടെ ആ സെക്ഷൻ്റെ അവിടെ വിഗ് ഞാൻ ഇത് കണക്ക് ക്ലിപ്പ് എടുത്തിട്ട് നാച്ചുറൽ ഹെയറാണ്, സാലി എന്ന് പറഞ്ഞാൽ സാലിക്ക എന്ന് പറഞ്ഞൊരു പേജുണ്ട്, ആ പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഹെയറാണ് അത്. ഇതാ ഇത് കണക്ക് ഞാൻ പ്ലക്ക് ചെയ്ത് ലൈക്ക് ഇങ്ങനെ ഇൻ ചെയ്ത് പ്ലക്ക് ചെയ്ത് മീൻസ് ഇങ്ങനെ ടക്കിൻ ചെയ്തിട്ട് വച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വിഗും എൻ്റെ ഹെയറും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ആൻഡ് എൻ്റെ ഹെയർ എന്ന് പറയുമ്പോൾ കളേർഡ് ഹെയറാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഗിൻ്റെ തുമ്പിലും കുറച്ച് കളർ ചെയ്ത് കൊടുത്തു. സോ ഗായ്സ് ഇപ്പോൾ കണ്ടാൽ പറയുമോ ഇത് വിഗാണെന്ന്. ആൻഡ് എപ്പോഴത്തെയും പോലെ ഒരു കോമൺ ഹെയർ സ്റ്റൈൽ. ആൻഡ് ക്ലിപ്പ് നൈക്കയുടെ പേജിൽ നിന്ന് വെച്ചിട്ടുള്ളൊരു ക്ലിപ്പാണ്. ഓക്കെ, ഇത് എനിക്ക് ഫെസ്റ്റീവ് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി ക്ലിപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ക്ലിപ്പ് കണ്ടിട്ട്. സോ അങ്ങനെ ക്ലിപ്പും ഇട്ടു, അടിപൊളിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേറെ നിവർത്തിയില്ല. ആൻഡ് ഹെയറും കുറച്ച് ഞാനിങ്ങനെ പിരുത്തൊക്കെ ഇട്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ പറയുന്നു ഇവിടെ നിന്നാ ഈ ബൃങ്കാതി എന്ത് പറയാനാ കൈസ്, ഒരുപാട് ബൃങ്കാതി ആയിപ്പോയില്ലേ. ഓക്കെ, ഇനി നമുക്ക് മുഖത്ത് ചെറിയൊരു മെനക്ക് പരിപാടികളുണ്ട്, വേറെ ഒന്നുമല്ല. ഇത് നമ്മളെല്ലാം ചെയ്തു. ഇനി നമുക്ക് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ ഹുഡയുടെ ബേക്കിംഗ് പൗഡറാണ്. സീരിയസ്ലി ഗൈസ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് പൗഡർ. എൻ്റെ പൊന്നോയ്സ് എന്ത് അടിപൊളിയെന്നല്ലയോ. ലോറ മേഴ്സിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ പൗഡറാണ് സെറ്റാന്ന്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ബനാന എന്ന ഷെയ്ഡാണ്. ഞാൻ ഫേസ് ഫുള്ള് കൊടുത്തു. എനിക്ക് സീരിയസ്ലി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ എൻ്റെ ഫേസിലെ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷനോ എക്സസ് ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും എനിക്ക് എക്സസ് ആയിട്ടുണ്ടല്ല. അത്രയ്ക്ക് സൂപ്പറെന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പർ. മിനിയാണ് കേട്ടോ ഞാൻ, കാരണം വലുത് വാങ്ങിച്ചിട്ട് എനിക്ക് ഉപയോഗമില്ല. മിനിയാണ് വെച്ചാൽ പിന്നെ ഞാനൊരു പൊട്ടും തൊട്ട് കൊടുത്തു. പൊട്ടു കുത്തടി പുടവ ചുറ്റടി ചിക്കാൻ ചെയ്ത പെൺ ചിക്കാ. ഓക്കെ, പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. അതിന് ശേഷം എന്താ മുടിയൊക്കെ എന്തൊരു വശം അവിടെ മാത്രം ഒന്ന് ചുരുണ്ട് കിടക്കണം. പിന്നെ അതൊക്കെ നാച്ചുറൽ ലുക്കിലോട്ട് പിടിച്ചൊക്കെ വെച്ചു. ആൻഡ് ഈ 2 ഇയറിങ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു ഇയറിങ്സും ഈ ഒരു ഇയറിങ്സ് ഉണ്ട്. അപ്പോൾ ഇതും കൊള്ളാം, പക്ഷേ എനിക്കെന്തോ ഇത് അത്ര കംഫർട്ടബിൾ ആയില്ല ഇടാൻ വേണ്ടി. പിന്നെ എനിക്ക് ഈ ഇയറിങ്സാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഇയറിങ്സാണ് ഞാൻ ഇട്ടത്. എനിക്ക് പക്ഷേ നല്ല വെയിറ്റ്, എൻ്റെ കാത് തൂങ്ങി കല്യാണ മണ്ഡപത്തിലൊക്കെ ചെന്ന് ഞാൻ കല്യാണ സ്ഥലത്തൊക്കെ ചെന്ന് ഒരു കാതിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ആണിക്ക് എന്തോ ഒരു കൊനസ്റ്റ് പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. സോ ഇതാണ് ഇപ്പോൾ വാലറ്റ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ മിന്ത്രയെന്നോ നൈക്കയെന്നോ വാങ്ങിച്ചതാണ്. എൻ്റെ പപ്പുവാണ് ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്ന് പാടണത്. ഈ ഒരു വാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഹീൽസ് ഞാൻ മിന്ത്രയെന്ന് വെച്ചാൽ എനിക്കൊരു ഷൂട്ടിന് വാങ്ങിച്ചാണ്, പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി ഈ ഹീൽസ്. ആൻഡ് എല്ലാ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. സീരിയസ്ലി ഈ ഔട്ട്ഫിറ്റ് അഫ്ജ ഡിസൈൻസോട് താങ്ക് യു സോ മച്ച്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കി ഈ ഔട്ട്ഫിറ്റ്. ദുപ്പട്ട വന്നിട്ട് ഓർഗൻസ് സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിൾ എന്നാൽ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു. സീരിയസ്ലി നല്ല കോംപ്ലിമെൻറ്റ് കിട്ടി ഇത് ഡ്രസ്സും. എൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഇടാ കുട്ടന്മാരെ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. എനിക്ക് മനസ്സിലൊരു കാര്യം വെച്ചാൽ എനിക്ക് സിമ്പിൾ മേക്കപ്പാണ് ചേരുന്നത്. ഞാൻ ഓവറായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കാട്ടാളത്തി കണക്കിരിക്കും എന്നെ കാണുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗൈസ് വിക്കൊക്കെ ഊരി പോവാതിരുന്നാൽ മതിയായിരുന്നു. ഊരി പോവേന്നുമില്ല, നല്ല മണാട്ടടിച്ചത്. സോ ഗൈസ് ടാറ്റ ബൈ ബൈ.